ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون متاع قليل ولهم عذاب أليم. സ്നേഹധന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മക്ക ഇസ്ലാമിക് സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ടുള്ള നമ്മുടെ പഠന ക്ലാസ് എല്ലാ ശനിയാഴ്ചയും നാട്ടിലെ 10 മണി മുതൽ ആരംഭിക്കുന്ന പഠന ക്ലാസിന്റെ ഭാഗമായാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ ആധുനിക കാലഘട്ടത്തിൽ IT സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ മുമ്പിൽ അറിവ് അന്വേഷിക്കുവാനും കണ്ടെത്തുവാനുമുള്ള അവസരങ്ങൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ട, അതിനെപ്പറ്റി നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഉണർത്തിയിരുന്നത്. അതിൻ്റെ തുടർച്ച എന്നോണം തന്നെ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തിന് ഒരുപാട് രംഗങ്ങളിൽ മതം പഠിപ്പിച്ച മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാനും നിങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായും ഒരുപാട് ക്ലാസ്സുകൾ പങ്കെടുക്കുന്ന, പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ചു, അറിവ് തേടുമ്പോൾ, ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ, ഒരു സമ്മേളനമാവട്ടെ, ഒരു സംഗമമാവട്ടെ, ഒരു ഖുർആൻ ക്ലാസ് ആവട്ടെ, ഇനി ഒരു വാട്സപ്പിലൂടെയുള്ള വീഡിയോ ആവട്ടെ, ഫേസ്ബുക്കിലൂടെയുള്ള ഒരു നന്മയുടെ സംഭാഷണം, സംസാരമാവട്ടെ, അത് കേൾക്കുകയും പഠിക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭൗതികമായ ഒരു താല്പര്യവും നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ സ്വർഗത്തിന്റെ സുഗന്ധം അവൻ അനുഭവിക്കുകയില്ല. അതേപോലെ തന്നെ കഅബ് മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ തൊലബൽ ഇൽമ, ആരെങ്കിലും അറിവ് തേടിയാൽ, അന്വേഷിച്ചാൽ, ലി യുജാരി ബിഹിൽ ഉലമ, ഏതെങ്കിലും പണ്ഡിതന്മാരുമായി മത്സര്യത്തിൽ ഏർപ്പെട്ട് അവരെ പരാജയപ്പെടുത്തുവാൻ, ഔ യുമാരി ബിഹി സുഫഹ, വിഡ്ഢികളായ ആളുകളുമായിട്ടുള്ള മത്സര്യത്തിന് വേണ്ടി, ഔ യസ്രിഫ ബിഹി വുജൂഹന്നാസ്, ജനങ്ങളുടെ മുഖം തന്നിലേക്ക് തിരിയണമെന്ന താല്പര്യം കൊണ്ട് ആരെങ്കിലുമൊക്കെ അറിവ് അന്വേഷിക്കുകയും തേടുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അദ്ഖലഹുല്ലാഹുന്നാർ, നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായും അറിവ് തേടുമ്പോൾ, അന്വേഷിക്കുമ്പോൾ ഭൗതികമായ ഒരു താല്പര്യം നമ്മൾക്കുണ്ടാവരുത്. അത് ഈ ക്ലാസ് എന്നല്ല, ഏത് ക്ലാസ്സിലും ഏത് കാര്യത്തിലും അറിവ് അന്വേഷിക്കുമ്പോൾ, മതപരമായി ജ്ഞാനം അന്വേഷിക്കുമ്പോൾ ഭൗതികമായ ഒരു താല്പര്യവും, ഒരാളോടുള്ള വാശിയോ അല്ലെങ്കിൽ പകയോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും താല്പര്യങ്ങളോ ഒന്നും നമുക്കുണ്ടാവാൻ പാടില്ല എന്നതാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ഇതേപോലെ തന്നെ ഇക്കാലഘട്ടത്തില് അള്ളാഹുവിന്റെ പേരിൽ അല്ലെങ്കിൽ റസൂലിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരും. ഇസ്ലാമിൽ അങ്ങനെയുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, എന്നാൽ കേൾക്കുമ്പോൾ വലിയ എന്തൊക്കെയോ നമുക്ക് തോന്നിപ്പിക്കുന്ന, എന്തോ ഒരു നല്ല കാര്യമാണെന്നൊക്കെ തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ അപകടകരമാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന പല വാർത്തകളും മെസ്സേജുകളായി, പോസ്റ്ററുകളായി, വീഡിയോകളായി ഒക്കെ കടന്നു വരും നമ്മുടെ ഈ ഓൺലൈൻ രംഗത്ത്. അത്തരമൊരു ഘട്ടത്തിൽ അറിയാതെ നമ്മളും അത് ഷെയർ ചെയ്യുക, പാസ് ചെയ്യുക, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കുക. അത്തരം മെസ്സേജുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. കാരണം അള്ളാഹുവിന്റെ പേരിൽ, റസൂലുള്ളാഹിയുടെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ ഒരു കളവ് പ്രചരിപ്പിച്ചാൽ വലിയ അപകടം നമ്മെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അറിയാതെ ഷെയർ ചെയ്യുന്നതിലൂടെ, പോസ്റ്റ് ചെയ്യുന്നതിലൂടെ, അത് പ്രചരിപ്പിക്കുന്നതിലൂടെ കുറ്റക്കാരായി തീരുകയാണ്. നോക്കൂ നിങ്ങൾ, സൂറത്തു അൻആമിലെ 144-ാമത്തെ വാചകത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ലിയുദില്ലൻ നാസ ബിഗൈരി ഇൽമിൻ ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബാ, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞ കെട്ടിച്ചമച്ചവനേക്കാൾ അക്രമകാരിയായിട്ടുള്ളവനാരുണ്ടോ? ലിയുദില്ലൻ നാസ ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ നിമിത്തം ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമകാരികളായ ആളുകളെ റബ്ബ് സുബ്ഹാനഹു വതആല ഒരിക്കലും നേർവഴിയിലാക്കുകയില്ല. ഏറ്റവും വലിയ അക്രമകാരികളായവർ മാറിത്തീരുമെന്നുള്ളതാണ്. അവരെക്കാൾ വലിയ പാപികൾ വേറെ ഇല്ല. അള്ളാന്റെ പേരിൽ
ഇസ്ലാമിന്റെ പേരിൽ കളവ് പ്രചരിപ്പിക്കുന്നവനേക്കാൾ, കെട്ടിച്ചമച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്നതിനേക്കാൾ ഉത്തമനായവനാവില്ല, അതിനേക്കാൾ അക്രമകാരിയായ ഒരു മനുഷ്യനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞു, ഇസ്ലാമിൽ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ള വാർത്ത, കള്ള മെസ്സേജ് നാം പാസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് അപകടം നമ്മെ കാത്തിരിക്കുന്നു. ആ കളവ് പ്രചരിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു നഹ്ലിലെ 116 മുതലുള്ള വാചകങ്ങളിൽ അല്ലാഹു പറയാൻ, വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാൽ വഹാദാ ഹറാം ലിതഫ്തറൂ അലല്ലാഹിൽ കദിബ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ മതാഉൻ ഖലീലുൻ വലഹും അദാബുൻ അലീം. വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലും വഹാദാ ഹറാം. നിങ്ങൾക്ക് തോന്നിയതുപോലെ ഇന്നത് ഹലാലാണ്, ഇന്നത് അനുവദനീയമാണ്, ഇന്നത് നിഷിദ്ധമാണെന്ന് നിങ്ങൾ അങ്ങ് ഉരുവിട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കളവ് പ്രചരിപ്പിക്കുന്ന വക്താക്കളായി നിങ്ങൾ മാറരുത്. അങ്ങനെ അള്ളാന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുള്ള ആളുകള് അവര് വിജയിക്കുന്നവരല്ല. അവർക്ക് വേദനയേറിയ ശിക്ഷ അവരെ കാത്തിരിക്കുകയും ചെയ്യും. താൽക്കാലികമായി ആ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നതിലൂടെ, താൽക്കാലികമായി ആ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ, താൽക്കാലികമായി അത് പോസ്റ്റ് ചെയ്യുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ആസ്വാദനങ്ങളും അനുഭവങ്ങളും നമുക്കുണ്ടാകുമെങ്കിലും അതിനപ്പുറത്ത് അല്ലാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞതിന്റെ പേരിൽ വലിയ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്നതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനൻ നാർ. എന്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് അവൻ റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. അപ്പം മതപരമായ അറിവ് എന്ന പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ, പ്രവാചകൻ പറഞ്ഞു എന്ന പേരിൽ, ഹദീസുകളുടെ പേരിൽ നമ്മൾ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോൾ, അത് പ്രചരിപ്പിക്കുമ്പോൾ അത് സത്യസന്ധമാണെന്ന് ഉറപ്പുവരുത്തണം. ആരെങ്കിലും പറഞ്ഞു എന്ന് കേട്ട് അത് ചിലപ്പോ ഇസ്ലാമിക സമൂഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരാവാം, അതങ്ങ് പ്രചരിപ്പിക്കുകയും അത് പഠിക്കാതെ, അത് മനസ്സിലാക്കാതെ അങ്ങ് വിഴുങ്ങിക്കളയുകയും അതിന്റെ വക്താക്കളായി തീരുകയും ചെയ്യുന്ന അപകടത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നാം തിരിച്ചറിയണം, ഇൽമ്, അറിവ് പഠിക്കുന്നവനും അത് അന്വേഷിക്കുന്നവനും അത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നു വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾക്ക് ഒരു ഖുർആൻ ക്ലാസ് നടത്തുന്നു, അല്ലെങ്കിൽ നമ്മളൊരു നല്ല പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു, നമ്മൾ ഇതിലൂടെ ഗൂഗിൾ മീറ്റിലൂടെ, സൂമിലൂടെ, ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തുന്നു. അത് നമ്മൾ അറിയാൻ വേണ്ടി നമ്മൾ അതിൽ പ്രവേശിക്കുന്നു, കേൾക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുന്നതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതും വലിയ പ്രതിഫലമുള്ള കാര്യം തന്നെയാണ്, അതിന് സംശയമില്ല. പക്ഷെ അതിൽ കളവ് വരുന്നത് അപകടത്തെ സൂക്ഷിക്കണമെന്നാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാർ തങ്ങളുടെ അനുയായികളോട് കൽപ്പിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്ന വിശുദ്ധ ഖുർആന്റെ സൂറത്തു ആൽ ഇമ്രാനിലെ 79-ാമത്തെ വാചകമുണ്ട്. ആ വാചകത്തില് അവര് പറയുമത്രേ, വലാകിൻ കുനൂ റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ് വബിമാ കുൻതും തദ്റുസൂൻ. 3-ാം അധ്യായം സൂറത്തു ആൽ ഇമ്രാനിലെ 79-ാമത്തെ വാചകത്തിലൂടെ അല്ലാഹ് പറയാണ്, വലാകിൻ കുനൂ റബ്ബാനിയീൻ, മതവിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, മതവിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന, അത് പ്രചരിപ്പിക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ മാറണം. ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ്, വേദഗ്രന്ഥങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെ, വബിമാ കുൻതും തദ്റുസൂൻ, നിങ്ങൾ അത് പഠിക്കുകയും ചെയ്യുന്നതിലൂടെ, നിങ്ങൾ വേദഗ്രന്ഥത്തിലെ സന്ദേശങ്ങൾ, ദീനുമായി ബന്ധപ്പെട്ട, മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, അത് പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മതത്തിന്റെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവരായിക്കൊണ്ട്, റബ്ബാനിയങ്ങളായിക്കൊണ്ട് നിങ്ങൾ മാറണമെന്നാണ് പ്രവാചകന്മാർ തങ്ങളുടെ അനുയായികളോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഖുർആൻ അവിടെ പറയുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിവ് സ്വീകരിക്കുകയും മതപരമായ കാര്യം പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും അത് പ്രചരിപ്പിക്കുവാനും അതിന്റെ പോസ്റ്റർ നിർമ്മിക്കുവാനും അതിന്റെ വീഡിയോ നിർമ്മിക്കുവാനും അത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുവാനും തയ്യാറാകുന്നവരെ സംബന്ധിച്ച് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞ, ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ കാണാം,
مثل ما بعثني الله به من الهدى والعلم كمثل الغيث الكثير أصاب أرضا فكان منها نقيا قبلت الماء فانبتت القلى والعشب والكثير. സുദീർഘമായ ഹദീസാണ്. അതിന്റെ ആശയം ഇങ്ങനെ വായിക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എന്നെ അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുള്ള ദീനിന്റെ മാർഗം, സത്യമാർഗം, അതിന്റെ ഉദാഹരണവും അതുപോലെ തന്നെ എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മതപരമായ ജ്ഞാനത്തിന്റെ അറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപമയുണ്ടല്ലോ. കമസലിൽ ഗൈസ്, ഒരു മഴയെ പോലെയാണ്. അൽ ഗൈസിൽ കതീർ, ധാരാളമായി കൊണ്ട് പെയ്തിട്ടുള്ള വലിയ ഒരു മഴയെ പോലെയാണ്. അസ്വാബ അർള, അതൊരു ഭൂമിയെ ബാധിച്ചിട്ടുണ്ടോ. ഫകാന മിൻഹാ നഖിയതൻ ഖബിലത്തിൽ മാ, ആ ഭൂമിയിൽ ചിലതൊക്കെ ആ വെള്ളത്തെ സ്വീകരിക്കുകയാണ്. വെള്ളത്തെ സ്വീകരിച്ചുകൊണ്ട് അവിടെ പച്ചപ്പുള്ള ചെറിയ ചെടികളും കൃഷിയിടങ്ങളും അതുപോലെ അനുബന്ധമായ പച്ചപ്പുള്ള പല വസ്തുക്കളെയും മുളപ്പിച്ചു കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ ആ ഭൂമിയിൽ ചില സ്ഥലങ്ങളുണ്ട്, വെള്ളത്തെ അത് സ്വീകരിക്കുന്നു, വെള്ളത്തെ ഉൾക്കൊള്ളുന്നു എന്ന് ജനങ്ങൾക്ക് ആ ഭൂമി വിഴുങ്ങിയിട്ടുള്ള വെള്ളം കൊണ്ട് അള്ളാഹ് ഉപകാരം നൽകുകയാണ്. എങ്ങനെയാണ്? ഫശരിബു, കിണറുകളിലൂടെ, കുഴൽ കിണറുകളിലൂടെ പല രൂപത്തിലുമുള്ള ഉറവജലങ്ങളായി വന്നുകൊണ്ട് അത് ജനങ്ങൾ കുടിക്കുകയും അവർ കുടിക്കുകയും കൃഷി ചെയ്യുകയും അവരുടെ പ്രയോജനങ്ങളെല്ലാം ആ വെള്ളം കൊണ്ട് ലഭിക്കുകയാണ്. മറ്റൊരു വിഭാഗത്തെ കൂടി ആ മഴ അങ്ങ് ബാധിക്കുന്നുണ്ട്. ആ ഭൂമിയെ വെള്ളം സ്വീകരിക്കുകയില്ല, അതിനെ ഉൾക്കൊള്ളുവാനും അതിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും കഴിയുന്നില്ല. അത് കൃഷി മുളപ്പിക്കുന്നില്ല, പച്ചപ്പുണ്ടാക്കുന്നുമില്ല. മതത്തിൽ അവകാശം നേടിയിട്ടുള്ളവന്റെയും ഉപമയും ഞാൻ നിയോഗിച്ചയച്ചിട്ടുള്ള, എന്നെ അല്ലാഹു നിയോഗിച്ചയച്ചിട്ടുള്ള കാര്യം എന്തെന്നോ ആ ദൗത്യം അറിയുകയും അത് അറിയിച്ചു കൊടുക്കുകയും ചെയ്തവരുടെ ഉപമയാണ്. എന്നെ നിയോഗിച്ചയക്കപ്പെട്ടിട്ടുള്ള സന്മാർഗം സ്വീകരിക്കാത്തവരെയും അതുപോലെ തന്നെ ആ നന്മയുടെ വഴിയെ കണ്ടെത്താനും അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കാത്തവന്റെയും ഉപമ അങ്ങനെയാണ്. ഇപ്പൊ ശക്തമായ മഴ വർഷിച്ച് ഭൂമിയില് ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, വെള്ളം ഇങ്ങനെ സ്വീകരിച്ച് ആ നനവിലൂടെ അതിന്റെ ഈർപ്പത്തിലൂടെ പച്ചപ്പുണ്ടാകുന്നു, പുല്ലുണ്ടാകുന്നു, പല രൂപത്തിലുള്ള പ്രയോജനം കൺകുളിർമ മനുഷ്യർക്ക് ലഭിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നൽകുന്നു. മറ്റു ചിലത്തോ ഭൂമി വെള്ളം കുടിച്ച് ഉള്ളിലേക്ക് ഇറക്കുന്നു, അതിലൂടെ കിണറിലൂടെ ഉറവുകളിലൂടെ ഒരുപാട് ജനങ്ങൾക്ക് കുടിക്കാനും അവർക്ക് കൃഷി ചെയ്യുവാനുമുള്ള വെള്ളത്തെ നൽകുന്നു. അങ്ങനെയുള്ളവയൊക്കെ ഉണ്ടാവും. മറ്റു ചില ഭൂമിന്റെ പ്രത്യേകത എന്താ? വെള്ളം ശക്തമായ മഴയക്കാലം, പക്ഷെ ഒന്നും സ്വീകരിക്കില്ല, അതങ്ങ് ഒലിച്ചു വിട്ടുപോയിട്ടില്ല, ഉള്ളിലേക്ക് ഇറക്കാനും കഴിയാത്ത ഭൂമിയിലെ പ്രദേശങ്ങളും ഉണ്ടോ. ഇതേപോലെ അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ, ഹിദായത്തിന്റെ വഴി, ഇസ്ലാം പഠിക്കുന്നവരുണ്ടാവും. ഖുർആൻ ക്ലാസ് ഉണ്ട് എന്ന് കേട്ടാൽ, സൂമിലൂടെ പ്രോഗ്രാം ഉണ്ട് എന്ന് കേട്ടാൽ, വേറെ എന്തെങ്കിലും നല്ല സംരംഭങ്ങൾ ഉണ്ടെന്ന് കേട്ടാൽ, അത് എത്ര കേട്ടാലും അതങ്ങ് സ്വീകരിക്കാതെ വിടുന്നവരുണ്ടാവും, നന്നായി സ്വീകരിക്കുന്നവരുണ്ടാവും, ഉടനെ തന്നെ പ്രതികരിക്കുന്നവരുണ്ടാവും, അല്പം കഴിഞ്ഞ് ഉള്ളിലേക്ക് അത് ഇറക്കുന്നവരുണ്ടാവും. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അസൂയ എന്ന് പറയുന്ന സ്വഭാവം വളരെ ദുഷിച്ചതാണ്. ആ ദുഷിച്ച സ്വഭാവം ജീവിതത്തിൽ വന്നാൽ അപകടമാണ്. ലോകത്തെ ഒന്നാമത്തെ കൊലപാതകത്തിന് കാരണം അസൂയയാണ്. ഈ അസൂയ മജാസിയായി ആശയാർത്ഥത്തിൽ പ്രയോഗിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ച ഒരു കാര്യം ഇൽമു നേടലുമായി ബന്ധപ്പെട്ടാണ്. ഒരാൾക്ക് അള്ളാഹു ഇൽമു നൽകി, ഹിക്മത്ത് നൽകിയാൽ അവൻ ആ നല്ല ഹിക്മത്ത് അറിവ് ഉപയോഗിക്കുന്നുവെങ്കിൽ അവനെ പോലെ ആ കഴിവ് തനിക്കും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പോ അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് വലിയ കാര്യം തന്നെയാണ്, അത് അനുഗ്രഹം തന്നെയാണ്. പക്ഷെ അതില് വളരെ കുറച്ച് ആളുകളെ ആ നന്മയുടെ മാർഗത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും നാം തിരിച്ചറിയേണ്ടതാണ്. ഇതേപോലെ തന്നെ ഇൽമും അറിവും സമൂഹത്തിൽ നിന്ന് മായ്ക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും. അങ്ങനത്തെ ഒരു അവസരങ്ങൾ പല രൂപത്തിലായിട്ടുണ്ടാവും, യാതൊരു സംശയവുമില്ല. ഇൽമ ഉള്ള നല്ല അവഗാഹമുള്ള പണ്ഡിതന്മാര് മരിച്ചുകൊണ്ട് രണ്ട് ഹദീസുകൾ ആ വിഷയത്തിൽ കാണാം. ഒന്ന്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹിന്റെ പ്രവാചകൻ പറയാണ്, അലാ ഉഹദ്ദിതുകും ഹദീസൻ, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതായി കൊണ്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്,
അലാ ഉഹദ്ദിദുകും ഹദീസൻ സമിഅതു മിർ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്ന് കേട്ട ഒരു വർത്തമാനം ഞാൻ നിങ്ങളോട് പറയട്ടെ. ലാ യുഹദ്ദിദുകും അഹദുൻ ബഅദീ സമിഅഹു മിൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നത് കേട്ട് അവൻ എന്ന നിലക്ക് അത് എനിക്ക് ശേഷം ഉദ്ധരിച്ചു തരാൻ മറ്റൊരാളില്ല. ഇന്ന മിൻ നശ്റാത്തി സആ, ഖിയാമത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അൻയുർഫഅൽ ഇൽമു, അറിവ് ഉയർത്തപ്പെടലാണ്, വയദ്ഹറുൽ ജഹലു, അറിവില്ലായ്മ വിഡ്ഢിത്തം അത് വ്യാപിക്കലാണ്, വയഫ്ശു സിനാ, വ്യഭിചാരം വ്യാപിക്കലാണ്, വയുശ്റബൽ ഖംറ, കള്ള് കുടിക്കപ്പെടലാണ്, കള്ള് വ്യാപകമാവലാണ്, വയദ്ഹബു റിജാൽ, പുരുഷന്മാർ പോയി പോകലാണ്, അവര് സ്ത്രീകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. 50 പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് എണ്ണത്തിൽ പുരുഷന്മാർ കുറയുന്ന ഒരു കാലഘട്ടം വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അക്കൂട്ടത്തിൽ അറിവ് ഉയർത്തപ്പെടുന്ന, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടി അത് വിശദീകരിച്ചു. അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ, റബ്ബ് സുബ്ഹാനഹു വ തആല അറിവ് പിടിക്കുകയില്ല, ഇൻതിസാഇ യൻതസിഉ മിനൽ ഇബാദ്, അടിമകളിൽ നിന്ന് ഒന്നിച്ചത് ഊരിയെടുക്കലല്ല, വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ, പണ്ഡിതന്മാരെ മരിപ്പിച്ചിട്ടാണ് അല്ലാഹ് അത് സംഘടിപ്പിക്കുന്നത്, അത് ചെയ്യുക. ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, ഭൂമിയിൽ ഒരു പണ്ഡിതനും ബാക്കി ഉണ്ടാവുകയില്ല. ഇത്തഖദന്നാസു റൂസൻ ജുഖാല, അറിവില്ലാത്ത പണ്ഡിതന്മാരെ നേതാക്കന്മാരെ മനുഷ്യര് അറിവില്ലാത്തവരെ നേതാക്കന്മാരായി സ്വീകരിക്കും. അങ്ങനെ അവരോടായിരിക്കും ജനങ്ങൾ ചോദിക്കുക. അറിവില്ലാതെ അവർ ഫത്വ കൊടുക്കും. വഴികേടിലാക്കുകയും ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. പണ്ഡിതന്മാര് മരിച്ചുകൊണ്ട് അറിവില്ലാതെ ഒരു സമൂഹം ബാക്കിയാകും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുവാനും ഉണർത്തുവാനുമുള്ളത്. നോക്കൂ നിങ്ങൾ, ഇതേപോലെ തന്നെയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായ ജ്ഞാനം നേടുന്നവനാണ്, ഭൂമിയിലെ എല്ലാം നേടിയവനെന്നാണ്. അള്ളാഹു ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് സമ്പത്ത് കൊടുക്കാന്നല്ല പറഞ്ഞത്, അവന് ബിസിനസ്സിൽ വലിയ വിജയം നൽകാന്നല്ല പറഞ്ഞത്, ഒരുപാട് ഏക്കർ കണക്കിന് തോട്ടങ്ങളും ഭൂമിയും അവൻ ഉണ്ടാവാമെന്നല്ല, വലിയ ആരും അന്താളിച്ചു നിൽക്കുന്ന അത്ഭുതപ്പെടുന്ന ഒരു വീട് നൽകാമെന്നല്ല, അത്തരം വലിയ എണ്ണങ്ങളുള്ള 5 അക്കവും 6 അക്കവുമുള്ള ശമ്പളം നൽകാമെന്നല്ല, സമ്പത്തിന്റെ കുമിഞ്ഞുകൂടിയ കുന്നുകൾക്ക് മുമ്പിൽ നിൽക്കാനുള്ള വലിയ ബാങ്ക് അക്കൗണ്ടുകൾ അവന് നൽകാമെന്നല്ല, മറിച്ച് ഒരു മനുഷ്യൻ അല്ലാഹു ഭൂമിയിൽ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് അധികാരം കൈകളിലേക്ക് നൽകാമെന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമൈദ് ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞു മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താ പറയുന്നത്? മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, ആർക്കെങ്കിലും അല്ലാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മതത്തിൽ അവൻ അവഗാഹം നൽകും എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വലാ തസാലു ഹാദിഹിൽ ഉമ്മത്തു ളാഹിരീന അലാ മൻ ഖാലഫഹും ഹത്താ യതി അംറുല്ലാഹി വഹും ളാഹിറൂൻ. എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം പ്രകടമായി ദീനിന്റെ തൗഹീദിന്റെ ദാവത്തുമായി സത്യമതത്തിന്റെ പ്രകാശം പറഞ്ഞു കൊടുക്കുന്നവനായി ഭൂമി ലോകത്ത് ബാക്കിയാവും. ളാഹിരീന അലാ മൻ ഖാലഫഹും, ആ സത്യദീനിന്റെ പ്രബോധത്തിൽ നിന്ന് ആരൊക്കെ തന്നെ വഴിതെറ്റിപ്പോയാലും അള്ളാന്റെ കൽപ്പനകൾ കടന്നു വരുന്നത് വരെ അവർ പ്രകടമായി ഭൂമി ലോകത്ത് സത്യത്തിന്റെ കക്ഷികളായി സത്യത്തിന്റെ വക്താക്കളായി നിലകൊള്ളുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം നിൽക്കണമെങ്കിൽ മതപരമായി അറിവുള്ളവരുണ്ടാവണം, ജ്ഞാനമുള്ളവരുണ്ടാവണം. ഭൂമിയില് ഏറ്റവും നല്ല അനുഗ്രഹം ലഭിച്ചവർ മതപരമായി അറിവ് കിട്ടിയവരാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇമാം ബുഖാരി ഇത് രേഖപ്പെടുത്തി നമ്മൾ കേട്ടവരാണ്, അറിഞ്ഞവരാണ്. അപ്പൊ മതം പഠിക്കുവാനുള്ള അവസരങ്ങൾ അത് ഇത്തരം സന്ദർഭങ്ങൾ ആഴ്ചയിൽ ഒരു അരമണിക്കൂർ, അല്ലെ ഒരു 3/4 മണിക്കൂർ, അല്ലെ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ്, അല്ലെ എല്ലാ ദിവസവും 1 മണിക്കൂർ, അവനവനെ കൊണ്ട് കഴിയുന്ന സമയങ്ങൾ ഊഴം വെച്ച് സഹാബത്ത് ചെയ്തിരുന്ന കാര്യം. നമ്മളെപ്പോലെ കച്ചവടക്കാരായിരുന്നു അവരും, നമ്മളെപ്പോലെ ബിസിനസ് ഉള്ളവരായിരുന്നു.
നമ്മളെ പോലെ ആ രൂപത്തിലുള്ള കൃഷിയിടങ്ങളുള്ളവരായിരുന്നു. അക്കാലഘട്ടത്തിക്ക് വേണ്ട വരുമാന മാർഗങ്ങളെ പറ്റി ചിന്തിക്കുകയും അതിന് സമയം കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പോകാനും അറിവ് കണ്ടെത്തുവാനും അറിവന്വേഷിക്കുവാനുള്ള മര്യാദകളുടെ കൂട്ടത്തിൽ അവര് സമയം കണ്ടെത്തി ഊഴം വെച്ചു. അയൽപ്പക്കക്കാർ ഒരാൾ ഇന്ന് പോകും, നാളെ മറ്റവൻ പോകും. ആദ്യത്തെ ദിവസം പോയവൻ അവൻ കേട്ടത് വൈകുന്നേരം വന്ന് പറഞ്ഞു കൊടുക്കും, രണ്ടാമത്തെ ദിവസം മറ്റവൻ കേട്ടത് തിരിച്ചു പറഞ്ഞു കൊടുക്കും. ഊഴം വെച്ച് കച്ചവടവും ബിസിനസ്സും നടത്തുകയും അറിവന്വേഷിക്കുകയും ചെയ്തവരായിരുന്നു അവരെന്ന ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അറിവ് അന്വേഷിച്ചു കൊണ്ടുപോയി സദസ്സിലിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കുറെ സഹോദരങ്ങൾ ഈ ക്ലാസ്സിലുണ്ടോ, കുടുംബസമേതം കേൾക്കുന്നവരുണ്ടോ, ലൈവിലൂടെ കേൾക്കുന്നവരുണ്ടാവാം. ഈ വൈകിട്ട് ഇത് സംഭവങ്ങളെ സംബന്ധിച്ച് അറിയാനും പഠിക്കാനും ശ്രമിക്കുന്നവരുണ്ടാവാം. ഒരാളാവാം, രണ്ടാളാവാം, 100 ആവാം, 1000 ആവാം, ഏതുമാവേക്കാം. എണ്ണമല്ലല്ലോ പ്രശ്നം. അറിവന്വേഷിച്ചു കൊണ്ടുള്ള ഒരു സദസ്സുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച സദസ്സെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ മിമ്പറിനും ഇടയിലുള്ളത് സ്വർഗത്തിലെ പൂന്തോപ്പാണ്, റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മാ ബൈന മിമ്പരി അലാ ഹൗദി എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ സദസ്സ് ഇൽമന്വേഷിക്കുന്നവർ പ്രവാചകന്റെ സദസ്സ് കേൾക്കാൻ വേണ്ടി, പ്രവാചകന്റെ സംസാരം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്നവർ ഉപയോഗിച്ചിരുന്ന പ്രദേശമായിരുന്നു. അതിനെ റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം. ഇമാം അഹ്മദും ഇമാം തിർമിദിയുമാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഹദീസിന് ഇങ്ങനെയാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അത്രേ, ഇദാ മറർതും ബിരിയാദിൽ ജന്ന ഫർതഉ, ഇദാ മറർതും ബിരിയാദിൽ ജന്ന, സ്വർഗത്തിലെ പൂന്തോപ്പിലൂടെ നിങ്ങൾ നടന്നുപോയാൽ ഫർതഉ, നിങ്ങൾ അവിടെ വിശ്രമിച്ചോളി. നിങ്ങൾ അതിനു വേണ്ടി ആ സ്വർഗത്തിലെ പൂന്തോപ്പുകളിലൂടെ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഒരു മടിയും വേണ്ട, സമയം കണ്ടെത്തിക്കൊള്ളൂ, അവിടെ വിശ്രമിച്ചുകൊള്ളൂ, അവിടെ ആസ്വദിച്ചുകൊള്ളൂ. സഹാബത്ത് ചോദിച്ചു, നബിയെ വമാ റിയാദുൽ ജന്ന, എന്താ ഈ സ്വർഗത്തിലെ റിയാദ് എന്ന് പറയുന്നത്, എന്താണ് പൂന്തോപ്പ്, എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹലഖുൽ ദിക്ർ, ഹിലഖുൽ ദിക്ർ, ദിക്റിന്റെ വട്ടങ്ങളാണ്, വൃത്തങ്ങളാണ്, തൻവീറുകളാണ്. അള്ളാന്റെ ദീനിനെ പറ്റി, ഖുർആനിനെ പറ്റി, ഹദീസിനെ പറ്റി വിശദീകരിക്കുന്ന, സംസാരിക്കുന്ന നന്മയുടെ സദസ്സുകളാണ്. ആശ്ചര്യപ്പെടുത്തുന്ന വർത്തമാനങ്ങളല്ല, കാലക്കീലകളല്ല, കെട്ടുവർത്തമാനങ്ങളല്ല, കള്ളക്കഥകളല്ല. ഖുർആനും ഹദീസും വിശദീകരിക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മനസ്സിലാക്കി തരുന്ന നല്ലതായിട്ടുള്ള സദസ്സുകൾ നമ്മൾ മുമ്പിൽ വരുമ്പോ അവിടെ നിങ്ങൾ ഇരുന്നോളൂ, വിശ്രമിച്ചോളൂ, ആസ്വദിച്ചുകൊള്ളൂ, ആ സുഖം അനുഭവിച്ചുകൊള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെയാണ് ദീന്റെ സദസ്സ്. ഈ സൂമിലൂടെ വന്നിരിക്കുമ്പോ, ഗൂഗിൾ മീറ്റിലൂടെ വന്നിരിക്കുമ്പോ, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഒരു ക്ലാസ് കേൾക്കുകയാണെങ്കിൽ, കാണുകയാണെങ്കിൽ, ഫേസ്ബുക്കിലൂടെ കാണുകയാണെങ്കിൽ, അള്ളാന്റെ ദീനിനെ പറ്റിയാണോ, ഖുർആനും ഹദീസുമാണോ വിശദീകരിക്കപ്പെടുന്നത്? അവിടെ മര്യാദകൾ പാലിച്ചുകൊണ്ട്, ഇത് അല്ല പറഞ്ഞ സ്വർഗത്തിലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സ്വർഗത്തിലെ പൂന്തോട്ടത്തിൽ ഞാൻ ഇങ്ങനെ വിശ്രമിക്കുകയാണ് എന്ന നിലക്കാണ് ആ ക്ലാസ്സിന്. അശ്രദ്ധമായി അത് ഓണാക്കിയിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിർവഹിച്ചു കൊണ്ടല്ല. ദീനിന്റെ സദസ്സിൽ, ഇൽമന്വേഷിക്കുന്ന സദസ്സിൽ ആ മര്യാദയോട് കൂടി ഇരിക്കണമെന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അബൂ സഈദ് അൽ ഖുദരിയും റളിയല്ലാഹു അൻഹുമാ അവർ രണ്ടുപേരും വിശദീകരിച്ച റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അത്രേ, ലാ യഖഉദു ഖൗമുൻ യസ്കുറൂനല്ലാഹ അസ്സ വജൽ ഇല്ലാ ഹഫ്ഫതുഹുൽ മലായിക വഗശിയതുഹുർ റഹ്മ വനസലത് അലൈഹിമുസ് സകീന വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലാ യഖഉദു ഖൗമുൻ യസ്കുറൂനല്ലാഹ അസ്സ വജല്ല, സൃഷ്ടാവും സംരക്ഷകനും ഉന്നതനും പ്രതാപവാനുമായ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് ഒരു സമൂഹം ഇരിക്കുന്നില്ല. ഇല്ലാ ഹഫ്ഫതുഹുൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്തിട്ടല്ലാതെ, വഗശിയതുഹുർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്ത് അവരെ മൂടിയിട്ടല്ലാതെ, വനസലത് അലൈഹിമുസ് സകീന, റബ്ബിൽ നിന്നുള്ള സമാധാനവും ശാന്തിയും അവരിലേക്ക് ഇറങ്ങിയിട്ടല്ലാതെ, വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, ആ സദസ്സിലിരിക്കുന്ന ആളുകളെ പറ്റി അള്ളാഹുവിന്റെ അടുത്തുള്ള ആളുകളോടൊക്കെ ഇങ്ങനെ പറയുന്നതാണ്. അപ്പൊ നോക്കി,
ദീന് കേൾക്കുക, അറിവ് കേൾക്കുക എന്ന നിലക്ക്. ഇപ്പൊ അറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യം കേൾക്കണമെന്ന നിലക്കാണ് നിങ്ങൾ ഓൺലൈനിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിനക്ക് വിചാരിക്കുക. തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാമം ആ ഇഖ്ലാസോടുകൂടിയും ആ നീയത്തോടുകൂടിയും മറ്റു ഭൗതികമായ ഒരു താല്പര്യവും നമ്മളെ അതിന് നയിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് നമ്മുടെ നാമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അബ്ദുള്ള, അബ്ദുസലാം, ഇന്നയാള് ഇന്നിടത്തിരിക്കുന്നു, കേൾക്കുകയാണ്, ദീനിനെ പറ്റി അറിയാൻ ശ്രമിക്കുകയാണ്, ആമിനയും ആയിഷയും ഒക്കെ വീടുകളിൽ ഇരുന്ന് ഈ സമയം അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൽമ് തേടിയിട്ടുള്ള യാത്രകൾ, ഇൽമ് തേടിയിട്ടുള്ള സദസ്സുകൾ, അറിവന്വേഷിച്ചുകൊണ്ട് നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ അതൊരു ഇബാദത്താണ്. ആ ഇബാദത്ത് എന്ന നിലക്ക് അതില് ഇഖ്ലാസുലില്ലയാണ് ഉണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾക്ക് ഉണ്ടാവണമെന്നുള്ളതാണ്. ലോകത്ത് ഒരുപാട് അറിവുകളുണ്ട്, ജ്ഞാനങ്ങളുണ്ട്. അതിലെ ഏറ്റവും ശ്രേഷ്ഠകരവും ഏറ്റവും ഉന്നതവും ഏറ്റവും സംസ്കാരമുള്ളതുമായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് പ്രവാചകന്മാർ പ്രബോധനം ചെയ്തിട്ടുള്ളതാണ്. അവർ കൊണ്ടുവന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള അള്ളാഹുവിനെയും പ്രവാചകനെയും പരലോകത്തെയും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള അറിവുകളാണ്. അവർ പഠിപ്പിച്ചു തന്നിട്ടുള്ള വിശ്വാസങ്ങളാണ്, കർമ്മങ്ങളാണ്, സ്വഭാവങ്ങളാണ്, സംസ്കാരങ്ങളാണ്. അത് നാം പഠിക്കുക. അതിലേറ്റവും ശ്രേഷ്ഠകരമായത് തൗഹീദാണ്. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്ത് മുഹമ്മദിലെ 19ാമത്തെ വാചകത്തിലൂടെ സൂചിപ്പിച്ചത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും. ഫഅലം, നീ അറിയുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. വസ്തഗ്ഫിർ ലിദംബിക, നിന്റെ പാപങ്ങൾക്ക് നീ പാപമോചനം തേടുക. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളായ സ്ത്രീകൾക്ക് വേണ്ടിയും വിശ്വാസികൾക്ക് വേണ്ടിയും നീ പാപമോചനം തേടുക. വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും, നിങ്ങളുടെ മടക്കപ്പെടുന്ന സ്ഥാനവും നിങ്ങളുടെ പരിസ്ഥാനവും അല്ലാഹു അറിയുന്നതാണ് എന്നാണ് ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ എന്ന നിലക്ക് അറിവ് തേടുമ്പോൾ നമ്മൾ കുറെ മര്യാദ പാലിക്കണം. കിട്ടിയതൊക്കെ വാരി വലിച്ച് സ്വീകരിക്കാൻ പറ്റുമോ, കേൾക്കാൻ പറ്റുമോ, അറിയാൻ പറ്റുമോ? ഇനി കേൾക്കുകയാണെങ്കിൽ തന്നെ എന്തായിരിക്കണം ആ നിലക്ക് നമ്മൾ ചെയ്യേണ്ടത്? പലപ്പോഴും അറിവ് കേൾക്കുന്നവരെക്കാൾ കൂടുതലാണ് ഇക്കാലഘട്ടത്തിൽ. ഇത് ഇപ്പൊ ഒരു ക്ലാസ് ഉണ്ട് എന്നുള്ള മെസ്സേജ് ഇഷ്ടം പോലെ ആൾക്കാർ അയക്കുണ്ടാവും. ഈ അയച്ച ആൾക്കാർ തന്നെ അത് കേൾക്കാനുണ്ടായാൽ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഒരു പ്രോഗ്രാം കേൾക്കണ്ടാവും. മെസ്സേജ് കിട്ടിയതോ അങ്ങനെ നന്മ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അധ്യാപകരുടെ സ്ഥാനത്തേക്കാണ് പലരും കയറിക്കൂടുന്നത്. അത്തരം ഒരു അവസ്ഥയിൽ വരുമ്പോ നമ്മളിൽ ഉണ്ടാവേണ്ട ഇൽമ് മറ്റുള്ളവർക്ക്, മതപരമായ ജ്ഞാനം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എന്ന നിലക്ക് നമ്മളിൽ ഉണ്ടാവേണ്ട കുറെ സിഫത്തുകളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അതിലൊന്നാണ്, ഒന്ന്, നമ്മൾ വിനയം കൂടുതലുള്ളവരായിക്കൊണ്ട് മാറുക. ഖുർആൻ സൂചിപ്പിച്ച സൂറത്ത് ശൂറായിലെ 215ാമത്തെ വാചകത്തിലുള്ള വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, നീ നിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുക. ആരൊക്കെയാണ് നിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കേണ്ടത്? നിന്നെ പിൻപറ്റിയ മുഅ്മിനുകൾക്കാണ്. നിന്നെ പിൻപറ്റിയിട്ടുള്ള മുഅ്മിനുകൾക്ക് നിന്റെ കാര്യങ്ങൾ സ്വീകരിക്കുന്ന ആളുകളുടെ മുമ്പിൽ വിനയത്തോടു കൂടി നീ പെരുമാറുക എന്ന് സൂറത്ത് ശൂറായിലൂടെ അല്ലാഹു സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നല്ല സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉടമകളായി നമ്മൾ മാറണം. കാരണം ഖുർആൻ പറഞ്ഞു വഇന്നക ലഅലാ ഖുൽഖിൻ അദീം, അല്ലാഹുവിന്റെ പ്രവാചകനെ പറ്റി താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ലോകത്തെ ഏറ്റവും നല്ല സംസ്കാരമുള്ള ഏറ്റവും നല്ല അധ്യാപകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ രംഗത്തുമുള്ള സ്വഭാവ വിശേഷണങ്ങളിൽ നമ്മളിൽ ഉണ്ടാകുവാനും നമ്മൾ ആഗ്രഹിക്കണമെന്നുള്ളതാണ്, നമ്മൾ അതിന് ശ്രമിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ പലപ്പോഴും അറിവില്ലായ്മ നിമിത്തം നമ്മ ചീത്ത പറയുന്നവരുണ്ടാവാം, തെറി വിളിക്കുന്നവരുണ്ടാവാം. ചിലപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ തന്നെ പല രൂപത്തിലുള്ള മനുഷ്യന്മാരുണ്ടാവാം. അവരുടെ പ്രതികരണങ്ങൾ നമ്മളെ അവഹേളിക്കുന്നതാവാം, പരിഹസിക്കുന്നതാവാം. പല രൂപത്തിലും ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോ അതല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കുമ്പോ നമ്മ ദേഷ്യപ്പെടുത്തുന്ന, നമ്മ കുത്തുവാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുന്നവരൊക്കെ സമൂഹത്തിൽ ഉണ്ടാവാം. ഇത്തരമൊക്കെ ഒരു ഘട്ടത്തിൽ നീ
നന്മ കൽപ്പിക്കുക, വിട്ടുവീഴ്ച സ്വീകരിക്കുക, വഅരിദനിൽ ജാഹിലീൻ, അറിവില്ലാത്തവരിൽ നിന്ന് നീ വിട്ടുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ സൂറത്ത് അറാഫിലെ 199-ാമത്തെ വാചകത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യവും നമ്മൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേനോ അതിന്മേ ചിലപ്പോൾ ചൊറിഞ്ഞു കൂടുന്നവരുണ്ടാവാം, പരിഹസിക്കുന്നവരുണ്ടാവാം. എന്തിനാ പതി ചേർത്തുന്നത്, ആരാപ്പ ക്ലാസ് കേൾക്കാനുള്ളത്, ഇങ്ങനെ പല രൂപത്തിലുണ്ടാവും. ആരാപ്പ പ്രസംഗം അറിയാനുള്ളത്, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മെ വിഷമിപ്പിക്കുന്നവരുണ്ടാവാം. അല്ലാഹു റസൂലിനെ വിഷമിപ്പിച്ചിട്ടില്ലേ? അറിവില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ കഴുത്തിലുള്ള അദ്ദേഹത്തിന്റെ ഷാള്, അദ്ദേഹത്തിന്റെ കഴുത്തിലുള്ള അദ്ദേഹത്തിന്റെ തുണി കഷ്ണം പിടിച്ചു വലിച്ച് കഴുത്തിൽ മുറിവായിട്ടില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധൃതിപ്പെട്ടു പോകുമ്പോൾ മണിക്കൂർ കണക്കിന് സമയം പിടിച്ചു നിർത്തിയ അറാബികളായ സ്ത്രീകൾ ഉണ്ടായിട്ടില്ലേ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടിയൊക്കെ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ അവരെയൊക്കെ വിട്ടുവീഴ്ചയിലൂടെ മുന്നോട്ട് പോവുകയും ആ അറിവില്ലായ്മ നിമിത്തം എന്തെങ്കിലും ചെയ്യുന്നവരിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുക ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യം നാം ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ ചിലപ്പോ തുടർച്ചയായിട്ട് ക്ലാസുകൾ നൽകുന്നത് ആളുകൾക്ക് വിഷമമുണ്ടാകും. തുടർച്ചയായി മടുപ്പുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല, ഒരൊഴിവില്ലാത്ത. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. നമ്മളിൽ പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ചിലപ്പോൾ ആളുകൾക്ക് വിഷമം ഉണ്ടാവും, ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. പക്ഷെ എങ്ങനെയെങ്കിലും വരണ്ടേ, കേൾക്കണ്ടേ എന്ന് കരുതി വരുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നവരുണ്ടാവും. അത്തരം മടുപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങള് ഇൽമ് പറഞ്ഞു കൊടുക്കുന്നിടത്തും പ്രചരിപ്പിക്കുന്നിടത്തും ഉണ്ടാവാൻ പാടില്ല. നോക്കൂ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലായിരുന്നു യതഖവ്വലുനാ ബിൽ മൗഇലതി ഫിൽ അയ്യാമി കറാഹത സാമതി അലൈനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് മടുപ്പുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ മടുപ്പിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താനായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗഇലത്ത് ഇങ്ങനെ മാറ്റി അതിന്റെ സമയം മാറ്റിയിരുന്നു, സന്ദർഭം മാറ്റിയിരുന്നു, പറയുന്ന വിഷയങ്ങൾ മാറ്റിയിരുന്നു, സാഹചര്യങ്ങൾ മാറ്റിയിരുന്നു എന്ന നിലക്കാണ് അവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോ ഇന്ന് അസർക്ക് പറഞ്ഞത് നാളെ മഗ്രിബിനായേക്കാം, ചിലപ്പോ ഒരു ദിവസം സുബൈക്ക് ശേഷം പറഞ്ഞ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷമാവാം. അങ്ങനെ സമയങ്ങൾ മാറ്റിക്കൊണ്ട്, സന്ദർഭങ്ങൾ മാറ്റിക്കൊണ്ട്, സാഹചര്യങ്ങൾ മാറ്റിക്കൊണ്ട്, വിഷയങ്ങൾ മാറ്റിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മടുപ്പില്ലാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആളുകളെ ആവർത്തിപ്പിച്ച് വിരസതയുണ്ടാക്കുന്ന രൂപത്തില് അറിവുമായി ഇൽമല്ലേ, അറിവല്ലേ എന്ന് കരുതിക്കൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റൊക്കെ ചെയ്തിമല ചെയ്ത് തന്നെ ചെയ്ത് അങ്ങനെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാവരുത്. ഇത് മത്സരത്തിന് വേണ്ടിയല്ല, ഇത് പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന കർമ്മം എന്ന നിലക്ക് ഇതിനെ സമീപിക്കുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ